ചീര കൊണ്ട് ഒരു തവണ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? ആദ്യമേ തന്നെ 1/4 കപ്പ് തുവരപ്പരിപ്പ് വേവിച്ചെടുത്തിട്ടുണ്ട്. അത് ശരിക്കൊന്ന് ഒരു തവി വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കണം. അതിന് ശേഷം നമ്മൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര 2 കപ്പ് ഉണ്ട് കേട്ടോ. ഈ 2 കപ്പ് വലിയ 2 കപ്പാണ് കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നത്. അത് നമ്മൾക്ക് വെള്ളം കളഞ്ഞിട്ട് ഈ പരിപ്പിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ചീര ഒത്തിരി എടുക്കും തോറും അത് നല്ലപോലെ കുറഞ്ഞ് വരും വേകുമ്പം. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ എടുക്കണം എന്ന് പറഞ്ഞത്. ഇപ്പോൾ ദാ ചീര കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പരിപ്പിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു തക്കാളി മുറിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു സവാളയും മുറിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളകും മുറിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നേരത്തെ തന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അത് കുറച്ച് വെള്ളം അതിൻ്റെ ആദ്യം ഇതൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിവെള്ളം കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു 1/4 സ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉലുവ വറുത്ത് പൊടിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഉലുവാപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം 1/4 സ്പൂൺ കായത്തിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടിയും ഇനി ശരിക്കും ഒരു തവി വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇത് ഒറ്റ വിസിലിൽ വേവിച്ചെടുത്താൽ മതി. ചീര ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. തക്കാളി സവാള എല്ലാം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഒറ്റ വിസിലിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് തുറന്ന് നോക്കുമ്പം നിറയെ ചീരയെല്ലാം ശരിക്കും പാകത്തിന് വെന്തിട്ട് വെള്ളമെല്ലാം ആയി വന്നിട്ടുണ്ട്. നല്ല പാകത്തിന് വെള്ളം ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് കടുക് വറുക്കണം കേട്ടോ. ഇപ്പോൾ നേരത്തെ നമ്മൾ ബാക്കി വെച്ചിരുന്ന പുളിവെള്ളം കൂടെയും അതിലേക്ക് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ പാകത്തിനുള്ള പുളിയും ആയി കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം വെള്ളം കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ശരിക്കും നല്ലപോലെ നല്ല ടേസ്റ്റിൽ ചീരയും പരിപ്പും വെച്ചിട്ടുള്ള സാമ്പാർ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കടുക് വറുക്കണം കേട്ടോ. കടുക് വറുക്കാനായിട്ട് നേരത്തെ തന്നെ ഒരു പാൻ വെച്ച് കൊടുക്കുക. ആ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പം അതിലേക്ക് ചുമന്ന മുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതെല്ലാം മൊരിഞ്ഞ് കഴിയുമ്പം ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മുളക് പൊടിയും, 1/4 സ്പൂൺ കായം പൊടിയും 1/4 സ്പൂൺ ഉലുവാപ്പൊടിയും കൂടിയും ചേർത്ത് നല്ലപോലെ മൂപ്പിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അതിന് ശേഷം ഒരു ദോശ ഇട്ടെടുക്കുന്നുണ്ട്. ദോശയുടെ കൂടെ എല്ലാം കൂട്ടാനായിട്ട് ബെസ്റ്റ് കോമ്പിനേഷനിലുള്ള നല്ല ടേസ്റ്റി ആയിട്ടും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സാമ്പാറാണ്. ഹെൽത്തി സാമ്പാറാണ്. ദോശയുടെ കൂടെ എല്ലാം കൂട്ടി കഴിക്കാനായിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പികൾക്കായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യണേ. സബ് ചെയ്യുമ്പം അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ ഞാനിതുപോലെ വീഡിയോസ് ഇടുമ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും.